നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ദുരന്ത ഭൂമിയിൽ കണ്ടുകിട്ടിയ വസ്തുക്കളോടൊപ്പം ചെളി പുരണ്ട് 4 ലക്ഷം രൂപയും ദുരന്തമുഖത്ത് കളഞ്ഞു കിട്ടിയ ആ നോട്ടുകെട്ടുകൾ നിശബ്ദമായി നമ്മോട് പലതും സംസാരിക്കുന്നുണ്ട്. അവിടെ കളഞ്ഞു കിട്ടിയ ബിരുദാനന്ദ ബിരുദങ്ങളും അതേപോലെ തന്നെ സമ്പത്തുകളും ഒക്കെ വിളിച്ചു പറയുന്ന, ചിന്തിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. അതെല്ലാം വിളിച്ചു പറയുന്നത് ഇതാണ്: ദുനിയാവിലെ ഒന്നും ശേഷിക്കുകയില്ല. കൂട്ടിവെച്ച സമ്പത്ത് അത് ഉപകരിക്കുകയില്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം ഇവിടെ പ്രസിദ്ധമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. അതിന്റെ മാംസം വിതരണം ചെയ്തു വീട്ടുകാർ. നബിതങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, മാ ബഖിയ മിൻഹ. ആയിഷ, ഇനി ആ ആടിന്റെ മാംസത്തിൽ എന്താണ് ബാക്കിയുള്ളത്? എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ല കതിഫുഹ. ആടിന്റെ കൈയുടെ ഭാഗം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നാം വിതരണം ചെയ്ത് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു മറുപടിയുണ്ട്. അത് ചിന്തനീയമായ ഒരു മറുപടിയാണ്. ബഖിയ കുല്ലുഹാ ഗൈറു കതിഫിഹാ. ബഖിയ കുല്ലുഹാ ഗൈറു കതിഫിഹാ ഔ കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കൈയുടെ ഭാഗമല്ലാത്ത ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയായി. നാം ചെലവഴിക്കാതെ നമ്മുടെ വീട്ടിൽ അവശേഷിച്ചിരിക്കുന്ന മാംസമാണ് നമുക്ക് ബാക്കിയല്ലാതായി പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നാം നൽകുന്ന ധനങ്ങൾ, നാം നൽകുന്ന ധർമ്മങ്ങൾ, സ്വതക്കകൾ, സഹായങ്ങൾ, അതാണ് നാളെ നമുക്ക് ശേഷിക്കുകയുള്ളൂ. അതല്ലാതെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ, ഇവിടെ കൂട്ടിവെച്ച സമ്പത്തുകൾ ഒന്നുകിൽ അനന്തര അവകാശികൾക്ക് അത് അർഹതയുണ്ടാകും, അവർ കരസ്ഥമാക്കും, അല്ലെങ്കിൽ അത് നാമാവിശേഷമാകും, നശിച്ചു പോകാനുള്ളതാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി ചെലവഴിക്കുക, ഇതെല്ലാം ഓർമ്മപ്പെടുത്തലുകളാണ്, ഗുണപാഠങ്ങളാണ്. അല്ലാഹു തആല ദുരന്ത ഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. എല്ലാവിധ അദാബുകളിൽ നിന്ന് നമ്മെയും ലോകരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീള് മിൻ ജമീഇൽ ബലായ വൽ അഅദാഇ വൽ അംറാദ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.